അപ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ അങ്ങനെ ക്രൂരനാവാൻ പറ്റുന്നത് ഇടയ്ക്ക് തോന്നാറുണ്ട്. ഇടയ്ക്ക് ഞാൻ തോന്നാറുണ്ട് അതുണ്ടായത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഷെഫ് ലത എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായത്. ഞാൻ കമ്പനിക്ക് വേണ്ടിയിട്ട് ഇത്രയും ജോലി ചെയ്ത് ഒരു ദിവസം 9 മണിക്കൂറിന് പകരം 12-14 മണിക്കൂർ ജോലി ചെയ്തിട്ട് അതവരെന്താ അങ്ങനെ ചെയ്തതെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനസ്സിനോട് ചോദിക്കാറുണ്ട്. നമ്മൾ 100 വയസ്സ് വരെ ജീവിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കരുത്, കോടികൾ ഉണ്ടാക്കാനും നമ്മൾ പ്രാർത്ഥിക്കരുത്. നമ്മളെപ്പോഴും സമ്പന്നരും ഭാഗ്യവാന്മാരാവുന്നത് ആരോഗ്യമുള്ളപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്ത് നമ്മൾ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് കടന്ന് നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാനാണ്. ജീവിതത്തിൽ മാം പലപ്പോഴും ഒരുപാട് ഇങ്ങനെയുള്ള പ്രശസ്ത വ്യക്തികളെ കണ്ടിട്ടുണ്ട്. അവരോടായിട്ട് ഫുഡ് കൊടുക്കാനും അതല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള കുറേ കോൺവെർസേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. ഇതിൽ ജീവിതത്തിൽ നമുക്ക് ചിലതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളുണ്ടാവും. അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവം പറയാമോ? എനിക്ക് ചെന്നൈയിലുള്ളൊരു ഫാമിലി ഒരു 2 ആഴ്ചയോളം നമ്മുടെ ഹോട്ടലിലുണ്ടായിരുന്നു. അങ്ങനെ ഹോട്ടലിലുണ്ടായി അവർക്ക് ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തു. എന്നും അവർ ഓരോരോ കാര്യങ്ങൾ ആവശ്യപ്പെടുമായിരുന്നു. ലത എനിക്ക് കഞ്ഞി കുടിക്കണം, അവരെന്തോ ട്രീറ്റ്മെൻറ്റിന് വന്നാണ്. ലാസ്റ്റ് ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ചക്കപ്പുഴുക്ക് കഴിക്കണം. ചക്കപ്പുഴുക്ക് ഞാനായിരുന്നു റൂമിലേക്ക് പോയിരുന്നത്. പുഴുക്കും കഞ്ഞിയും പപ്പടവും ഒക്കെ ആയിട്ട് ഞാൻ പോയി ചുട്ടപ്പ ഇവർ കഴിച്ചുകൊണ്ടിരിക്കുക, ഇവർ കണ്ണീരിങ്ങനെ വരുന്നു. അപ്പം ചോദിച്ചു എന്താ കരയണത്? അപ്പം പറഞ്ഞു എൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മ എൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് എന്നെ കഴിപ്പിക്കുന്ന പോലെ തോന്നി. എൻ്റെ അമ്മയുടെ അവർക്കൊന്നും നല്ല പ്രായമുണ്ട്, പക്ഷെ നീ ടച്ച് ചെയ്തപ്പം എൻ്റെ അമ്മ കാണുന്നു. ഞാൻ അതൊക്കെ കഴിഞ്ഞു ഞാൻ പോയി. പിറ്റേന്ന് ദിവസം എവിടെയാണ് താമസിക്കുന്നത് ചോദിച്ചു. ഞങ്ങൾ പോവാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു ഫ്ലാറ്റിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ താമസിക്കുന്ന എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഷെഫ് ലത എവിടെയാണ്? ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ റൂമിലാണെന്ന്, ഞാൻ ഓഫാണ്, മാമിനെ കാണാൻ ഞാൻ വരാം, പോകുന്നതിൻ്റെ മുമ്പ് ഞാൻ വന്ന് കണ്ടിട്ടേ പോവുള്ളൂ. അല്ല ഞങ്ങൾക്ക് അങ്ങോട്ട് വരാനാണ്. ഇവരങ്ങോട്ട് വന്നു, എൻ്റെ റൂമിൽ വന്നു, അവരുടെ വളയൂരിയിട്ട് എൻ്റെ കയ്യിലിട്ട് തന്നു. ഞാനങ്ങനെ ഭയങ്കര ദയപ്പം എന്നോട് പറയാണ്, നല്ല കയ്യെ വളയെ പോടണമെന്നൊരു ചൊല്ലുണ്ട് തമിഴിൽ, അതുകൊണ്ട് അതൊന്നും വിചാരിക്കരുത്. ഞാൻ പറഞ്ഞു അയ്യോ ഇതെനിക്ക് വേണ്ട, ഇങ്ങനെ ചെയ്യല്ലേ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവരെൻ്റെ കയ്യിലൊരു വളയിട്ട് തന്നിട്ട് ഇവരെന്നെ കുറേ നേരം ഇങ്ങനെ ഹഗ് ചെയ്ത് എന്നിട്ട് എന്നോട് പറയും ഈ ഗന്ധം പോലും എൻ്റെ അമ്മ എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പം അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര, ഞാനും തന്നെ കരഞ്ഞുപോയി. ഇവർ വിടുന്നില്ല ഇങ്ങനെ കെട്ടിപ്പിടിച്ച്. അപ്പം അവരിപ്പോഴും ഞാനുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. ഇപ്പോൾ പ്രായമായി അവർക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഈ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ വല്ലാതെ ഫീൽ ചെയ്ത സംഭവങ്ങളുണ്ടാവുമല്ലോ നമുക്ക് നമ്മുടെ ഈ ജേണിയിൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൈ പൊള്ളിയത് എനിക്ക് മറക്കാൻ പറ്റാത്ത, പക്ഷെ അതെൻ്റെ മോട്ടിവേഷൻ ആണെങ്കിൽ പോലും ഇടയ്ക്ക് ഞാൻ വിചാരിക്കാറുണ്ട് എന്തിനാണ് ആ വ്യക്തി അങ്ങനെ ചെയ്തത്. ആൾക്ക് എൻ്റെ പ്രായത്തിലുള്ള എന്നെക്കാളും പ്രായമുള്ള ഒരു മകളുണ്ടെന്ന്. എനിക്കന്ന് 17 വയസ്സേ ഉള്ളൂ, ആൾക്കന്നൊരു 10-25 വയസ്സുള്ള മകളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ അങ്ങനെ ക്രൂരനാവാൻ പറ്റുന്നത് ഇടയ്ക്ക് തോന്നാറുണ്ട്. ഇടയ്ക്ക് ഞാൻ തോന്നാറുണ്ട് അതുണ്ടായത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഷെഫ് ലത എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായത്. പിന്നെ അങ്ങനെ മോശമായിട്ടുള്ള ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ എന്നെ ആരും എന്താ അറിയില്ല, എന്നെ ഒരു ഷെഫ്മാരും ഇന്ന് ഇപ്പം ഹയാത്ത് തന്നെ അതെൻ്റെ വീടാണ്. ഹയാത്ത് എനിക്ക് വീടാണ്. അവിടെ എൻ്റെ ആൾക്കാർ വന്നാലും അവിടെയുള്ള ഓരോ വ്യക്തികളും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട. ഒരു ചെറിയ വിഷമം എന്ന് പറഞ്ഞാൽ എൻ്റെ വീണിട്ട് എൻ്റെ കൈ ഒടിഞ്ഞു. 1 മാസം 1.5 മാസം ഞാൻ വീട്ടിലിരിക്കുക എന്ന് പറയുമ്പം ഒരു കൈക്ക് പറ്റിയപ്പോൾ ഞാൻ ലോകത്തിലെ ഒരു പണിയില്ലാത്ത ആൾ ഞാനാന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ വീട്ടിൻ്റെ പുറത്തേക്ക് നോക്കുമ്പോൾ, എൻ്റെ ഫ്ലാറ്റിലിരുന്ന് പുറത്തേക്ക് നോക്കുമ്പം റോഡ് കാണാം, മറൈൻ ഡ്രൈവ് കാണാം. അവിടെ എല്ലാവരും തിരക്ക്, പിച്ചക്കാരൻ വരെ തിരക്ക്, എനിക്ക് മാത്രം തിരക്കില്ല. അതെനിക്ക് വല്ലാത്ത ഫീലിംഗ് ഉണ്ടാക്കിയൊരു സംഗതിയാണ്. പിന്നെ അവരെനിക്ക് സാലറിയും തന്നില്ല, അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അവിടെ നിന്ന് തന്നെ പറ്റിയതാണ്. അതെനിക്ക് വല്ലാത്ത വേദനയായി. കാരണം ഞാൻ കമ്പനിക്ക് വേണ്ടിയിട്ട് ഇത്രയും ജോലി ചെയ്ത് ഒരു ദിവസം 9 മണിക്കൂറിന് പകരം 12-14 മണിക്കൂർ ജോലി ചെയ്തിട്ട് അതവരെന്താ അങ്ങനെ ചെയ്തതെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനസ്സിനോട് ചോദിക്കാറുണ്ട്. അന്ന് എനിക്ക് ഏറ്റവും ഫീൽ ചെയ്ത് ഞാൻ പറഞ്ഞേ ഞാൻ എങ്ങനെ വെറുതെ ഇരിക്കും. അപ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഒരു ദിവസം പോലും എന്നെ കിടത്തരുതേ, അല്ലെങ്കിൽ ഒന്നും ചെയ്യാണ്ടിരിക്കാനുള്ള എനിക്ക് പറ്റില്ല. ഞാൻ എന്നിട്ട് 1.5 മാസത്തേക്ക് ഇട്ട പ്ലാസ്റ്റർ 1 മാസം കൊണ്ട് അഴിച്ചിട്ട് ഞാൻ ഹോട്ടലിൽ വന്നു. വീണ്ടും വർക്കിലോട്ട് ഇത് ചെയ്തു. കാരണം നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ മാനസികമായിട്ട് നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് എഴുതാൻ പറ്റുന്നില്ല.
ഒന്ന് ഈ കൈയൊടി ഇത് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. ഈ കൈ ഒടിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് കിടക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല. വലിയൊരു പ്ലാസ്റ്റർ ഇവിടുന്ന് തൊട്ട് ഇങ്ങനെ ഇട്ടതാണ്. അപ്പോൾ ഈ വിരൽ ഒന്നും മനക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കൈ കൊണ്ട് എഴുതുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന എൻ്റെ ഇടത്തെ കൈ കൊണ്ടാണ്. അപ്പോൾ ഈ വലത്തെ കൈ കൊണ്ട് എനിക്ക് വളരെ സുഖമായിട്ട് എഴുതാൻ പറ്റുന്നില്ല. ഇടത്തെ കൈ കൊണ്ട് ഞാൻ പിന്നെങ്കിലും സുഖമായിട്ട് എഴുതും. പക്ഷേ ഈ കൈ പൊട്ടിയപ്പോൾ ഞാൻ വലത്തെ കൈ കൊണ്ട് നന്നായിട്ട് എഴുതാൻ പഠിച്ചു. ഇപ്പോൾ ഇത് ഉപയോഗിക്കാറില്ല. നേരെ തിരിച്ചായി. അതൊരു നല്ല അനുഭവം. പക്ഷേ അപ്പോഴൊന്നും ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പം അപ്പോഴും ഞാൻ കണ്ടൊരു ഇതെന്താണെന്ന് അറിയോ, ഒരു വ്യക്തി, ആക്റ്റീവായ ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ ഒന്നുമല്ലാണ്ട് കിടന്നു പോയാൽ ആൾ എന്തുമാത്രം സ്ട്രെസ്ഫുൾ ആയിരിക്കും. നമ്മൾ പറയല്ലോ, കിടന്നു പോകുന്ന ആൾക്കാരെ നമ്മൾ ഏറ്റവും കൂടുതൽ അവരുടെ അടുത്ത് നമ്മൾ എപ്പോഴും അവരുടെ അടുത്ത് നിന്നുകൊണ്ടിരിക്കണം. കാരണം അവരത്രയും കാലം നന്നായിട്ട് ജോലി ചെയ്ത ആളാണ്. ഒരു സുപ്രഭാതത്തിൽ ആൾ കിടന്നു പോവാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അത് മാനസികമായിട്ട് നമുക്ക് വല്ലാത്തൊരു തളർച്ചയായിരിക്കും. ഭയങ്കര. തീർച്ചയായിട്ടും എല്ലാവരും ആരോഗ്യത്തോടെ എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ ഇടപെടട്ടെ. എന്തായിരിക്കും ഏത് ഞാൻ പറയും, നമ്മൾ 100 വയസ്സ് വരെ ജീവിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കരുത്, കോടികൾ ഉണ്ടാക്കാനും നമ്മൾ പ്രാർത്ഥിക്കരുത്. നമ്മളെപ്പോഴും സമ്പന്നരും ഭാഗ്യവാന്മാരാവുന്നത് ആരോഗ്യമുള്ളപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്ത് നമ്മൾ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് കടന്ന് നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാനാണ്. അതല്ലാത്തവൻ ആരും സമ്പന്നരല്ല. തീർച്ചയായിട്ടും എന്തുണ്ടെങ്കിലും കാര്യമില്ല, ഒന്നും കാര്യമില്ല. അവരാണ് ഏറ്റവും വലിയ സമ്പന്നർ. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം ചേച്ചി സ്വന്തമായിട്ട് ഹോട്ടൽ തുടങ്ങി, അതിൽ കുറേ സ്റ്റാഫുകളുണ്ട്. ഇവർക്കൊക്കെ ചേച്ചി എന്താണ് ഒരു ക്ലാസ് എടുക്കുക അല്ലെങ്കിൽ മോട്ടിവേഷണൽ ഇത് ചെയ്യുമ്പോൾ ചേച്ചി എന്താ അവരോട് അഡ്വൈസ് ചെയ്യുന്നത്? ഞാൻ അവരോട് എപ്പോഴും പറയാറുണ്ട്, എല്ലാ കുട്ടികളോടും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ചെയ്യുന്ന ജോലിയെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ മതി. നിങ്ങളൊരു നല്ല പ്രൊഫഷനാണെന്ന് എപ്പോഴും ചിന്തിക്കുക. അല്ലാണ്ട് നിങ്ങൾ അവിടുത്തെ മാനേജറെ കുറിച്ചും ചിന്തിക്കേണ്ട, നിങ്ങൾ അവിടുത്തെ സ്ഥാപനത്തിനെ കുറിച്ചും ചിന്തിക്കേണ്ട. നിങ്ങളെന്നും നിങ്ങളെ പ്രൊഫഷനെ സ്നേഹിച്ച് ജീവിക്കുക. നമ്മുടെ പ്രൊഫഷനെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എല്ലാം കയ്യിൽ വരും, നിങ്ങൾക്ക് എല്ലാം കിട്ടും. നമ്മളെ ജോലിയെ സ്നേഹിച്ച് നോക്കിയാൽ. ഒരു പക്ഷേ നിങ്ങൾക്ക് അവിടെ തീരെ ജോലി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കരുത്. നിങ്ങൾക്ക് മനസ്സ് ഇഷ്ടമില്ലാത്ത ഒരു ജോലിയും ചെയ്യരുത്. ആ സാഹചര്യത്തിൽ നമ്മൾ പിന്നെ പൊരുത്തപ്പെടാൻ ശ്രമിക്കുക. നമുക്ക് പറ്റില്ല എന്ന് തോന്നുന്ന ഒരു കാര്യം ചെയ്യരുത് എന്നാണ് ഞാൻ പറയാം. അതുപോലെ തന്നെ ചേച്ചി ഇപ്പം ഹയാത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഒരുപാട് ഹയാത്തിൻ്റെ ഔട്ട്ലെറ്റുകൾ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ചേച്ചി പോകാറുണ്ടോ? ഞാൻ എല്ലാ സ്ഥലത്തും പോകുന്നത്. ഇപ്പം അടുത്ത് 18-ാം തീയതി തൊട്ട് ബാംഗ്ലൂരാണ്. അവരുടെ എല്ലാ ഔട്ട്ലെറ്റിലും ഞാൻ പോകാറുണ്ട്. അവരുടെ 10 ഡേയ്സ് ഫുഡ് പ്രൊമോഷനൊക്കെ ഞാൻ ചെയ്യുന്ന ആളാണ്. ഇന്ത്യയിലെ മൊത്തം ഔട്ട്ലെറ്റും ഞാൻ പോയി പ്രൊമോഷൻ ചെയ്യും. അതുപോലെ അവർക്കിപ്പം ട്രെയിനിങ്ങും കൊടുക്കും, ക്ലാസ് എടുക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വ്യക്തിത്വങ്ങളെ ചേച്ചിക്ക് അടുത്ത് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞു, നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിഞ്ഞു. അപ്പോഴും നമ്മുടെ മനസ്സിൽ ഇപ്പം ഓരോന്നോരോന്ന് ഇങ്ങനെ ഓർത്ത് എടുക്കുമ്പോൾ വീണ്ടും നമുക്ക് ഉണ്ടാവുമല്ലോ, എനിക്ക് അങ്ങനെ ഒരു വ്യക്തി, ഇങ്ങനെ ഒരു വ്യക്തി എന്ന്. അപ്പം ഇനി ഓർക്കുമ്പോൾ ആരെക്കുറിച്ചായിരിക്കും ചേച്ചിക്ക് പെട്ടെന്ന്? എനിക്ക് ഓർക്കുമ്പോൾ യൂസുഫ് അലി സാറിൻ്റെ വൈഫ്, രവി സാറിൻ്റെ വൈഫ്, ഇവരെനിക്ക് മറക്കാൻ പറ്റാത്ത വ്യക്തികളാണ്. എൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് എന്തെങ്കിലും തോന്നുകയെന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നുന്നത് എന്നെ കാണുമ്പോൾ, ഷെഫിന് ഇതാണ് ആവശ്യം എന്നുള്ളത് തോന്നും. അങ്ങനെ ഒരു വ്യക്തികളാണ് അവരൊക്കെ. അവരുടെ കൂടെ ബോട്ടിലൊക്കെ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കും. ഞങ്ങൾ ഭയങ്കര കമ്പനിയായിട്ട് സംസാരിക്കും. എപ്പോൾ കണ്ടാലും എനിക്കൊരു നല്ല ഭംഗിയുള്ളൊരു മാല സമ്മാനിച്ചിട്ടുണ്ട് യൂസുഫ് അലി സാറിൻ്റെ വൈഫ്. അത് ഞാൻ ഇപ്പോഴും ഭദ്രമായിട്ട് എൻ്റെ കഴുത്ത് പോലും ഇട്ടിട്ടില്ല. അത് ഇങ്ങനെ ഇടയ്ക്ക് നോക്കും, അത് അവിടെ തന്നെ വെക്കും. അപ്പോൾ ഈ ഇടയ്ക്ക് മകൾ ചോദിച്ചു, കല്യാണമാണ് മകളുടെ, ഓഗസ്റ്റ് 17-ാം തീയതി അവളുടെ കല്യാണമാണ്, അത് അമ്മ എനിക്ക് തരുമോ? ലോകത്ത് ആർക്കും അത് കൊടുക്കില്ല, അതും കൊടുക്കില്ല, വളയും തരില്ല. ഞാൻ വളയുണ്ട്, ഒരു ഗസ്റ്റ് തന്നത് റിങ് ഉണ്ട്. ഈ റിങ് ഒരു ഗസ്റ്റ് തന്നതാണ്. അത് ഞാൻ ഇതേപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ IM വിജയൻ സാറിൻ്റെ ഫ്രണ്ട്, അവർക്ക് ഞാൻ നല്ല മീൻകറി ഉണ്ടാക്കി കൊടുത്തപ്പോൾ തന്ന ഒരു ഗിഫ്റ്റാണത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ കയ്യിൽ തന്നെ ഇട്ടിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൽ തൊടണ്ട, ബാക്കി എന്ത് വേണമെങ്കിൽ എൻ്റെ അടുത്ത് കൊണ്ടുപോയിക്കോ, ഇത് ഞാൻ തരില്ല. അപ്പം അങ്ങനെ കുറേ എനിക്ക് ഇഷ്ടപ്പെട്ട് ഓരോരുത്തർ തന്നിട്ടുണ്ട്. പിന്നെ ഒരു ഗണപതി വിഗ്രഹമുണ്ട് എൻ്റെ അടുത്ത്, നല്ല സ്വർണം പോലെ ഇരിക്കുക. അതിപ്പം ഒരു 10 വർഷമായി. പറക്കാട്ട് ജ്വല്ലേഴ്സില്ലേ, അവരുടെ ദീപ്തി മാഡം അവരെനിക്കൊരു ഗിഫ്റ്റ് തന്ന ഒരു ഇതിന്, വനിതാ ദിനത്തിന് അവരെനിക്ക് തന്ന ഒരു 6 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ഇന്നും അത് ഞാൻ പലരും ചോദിച്ചു, അത് ഞങ്ങൾക്ക് തരുമോ, അത് തരുമോ? ഞാനത് നിനക്ക് വേറെ ഗണപതിനെ വാങ്ങിച്ചാൽ തരില്ല എന്ന്. അത്രയും മനോഹരമാണ് ആ ഗണപതി വിഗ്രഹം. ഇതുവരെ അതിൻ്റെ കളറൊന്നും പോയിട്ടില്ല. അത് ഈ പഞ്ചലോകത്തിലാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് പ്രീഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റുകളുണ്ട് എൻ്റെ അടുത്ത്. ചെറിയ സാധനമാണെങ്കിൽ അതെനിക്ക് പ്രീഷ്യസാണ്. തീർച്ചയായിട്ടും. അതെല്ലാം നമുക്ക് ഒരാൾ ഗിഫ്റ്റായിട്ട് തന്നതാണ്, അത് നമുക്ക് കൈമാറ്റാൻ കഴിയാത്തത് നമ്മുടെ അതിനോടുള്ള നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ്. പിന്നെ അത് വേണമെങ്കിൽ എനിക്ക്, ഞാൻ പറഞ്ഞേ, അത് ഞാൻ ഇടാൻ എനിക്ക് ഇഷ്ടമല്ല, അത് കാണാനേ ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെ സൂക്ഷിച്ച്, അതെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട്.
ഏതായാലും ഒരുപാട് സമയം മാം നമ്മളോടൊപ്പം ചിലവഴിച്ചു. ഒരുപാട് സന്തോഷം. വീണ്ടും അടുത്ത വരവിൽ നമുക്ക് കാണാൻ കഴിയട്ടെ. അതുപോലെ തന്നെ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ അത് പ്രസിദ്ധീകരിക്കാൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഷാർജ ബുക്ക് ഫെയറിൽ അതുണ്ടാവുമോ അതോ? അത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയുക, ഇവരുടെ അടുത്ത് നമ്മൾ പുസ്തകം കൊടുക്കുമ്പം അവർ അത് റിസർച്ച് ചെയ്യും. നമ്മളത് ഒരു വേറെ ഒരു ആളുടെ കോപ്പി ചെയ്തതാണോ, അല്ലാണ്ട് പെട്ടെന്നൊന്നും DC അത് പബ്ലിഷ് ചെയ്യില്ല. DC-ക്ക് കൊടുക്കുന്ന എന്തെങ്കിലും ആണെങ്കിൽ അത് അവർ പെട്ടെന്നൊന്നും പബ്ലിഷ് ചെയ്യും. എന്തായാലും പബ്ലിഷ് ചെയ്യുന്നു വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് പബ്ലിഷ് ചെയ്യിക്കണം. എങ്കിലും അത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക്, അതായത് ഞാൻ പറഞ്ഞല്ലോ പാചകം ഒരു വിഷയമാക്കുക തന്നെ വേണം കുട്ടികൾക്ക്. ഒരു ദിവസം കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് കടുക് എന്താണ്, റാഗി എന്താണെന്ന് അറിയില്ല. കുട്ടികളെ വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ അത് പഠിപ്പിക്കുന്നുമില്ല. അപ്പം ആ ഒരു ലെവലിലേക്ക് കുട്ടികൾ പാചകത്തെക്കുറിച്ച് ഏകദേശം ഒരു ബോധമുള്ളവരാവണം. അല്ല, അതിനെക്കുറിച്ച് ഇപ്പം സ്കൂളുകളിൽ ക്ലാസ് എടുക്കുക അങ്ങനെയുള്ള എന്തെങ്കിലും? ഞാനിപ്പോൾ ഈ അടുത്ത് ഞാൻ ജ്യോതി സെൻട്രൽ സ്കൂളിൽ അവർക്ക് ഒരു ക്ലാസ് എടുത്തു. അവർക്കൊരു കഥയോട് കൂടിയിട്ട് ഞാനതൊരു ക്ലാസ് എടുത്തു. കാരണം പാചകത്തിനെ കുറിച്ച് ചെറിയ ചെറിയ ടിപ്സുകളും ചെറിയ സലാഡുകൾ അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന, പിന്നെ അതോടൊപ്പം തന്നെ അവരുടെ ഉണ്ടാക്കിയ സാധനങ്ങൾ. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കുട്ടികൾ ഇത്രയും കഴിവുണ്ടെന്ന്. 8ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായിരുന്നു പരിപാടി. എന്തുമാത്രം ക്രിയേറ്റിവിറ്റിയാണ് അവരിലുള്ളത്, എന്തുമാത്രം സാധനങ്ങളാണ് അവർ എല്ലാ മിനിറ്റ് ഉണ്ടാക്കിയത്. സാൻഡ്വിച്ച്, അതേപോലെ തന്നെ നൂഡിൽസ്, അതേപോലെ തന്നെ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു, അവൻ അവിടെ നിന്നുകൊണ്ട് തന്നെ ലഡു ഉണ്ടാക്കുന്നു റൈസ് കൊണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, മോൻ എങ്ങനെയാണ് അവല് പൊടിച്ചിട്ട് അവൻ ലഡു ഉണ്ടാക്കുന്നു. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സാധനം. അവനാന്ന് തോന്നുന്നു ഫസ്റ്റ് കിട്ടിയ. അങ്ങനെ കുട്ടികൾക്ക് ഒരുപാട് കഴിവുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ ഫുഡൊക്കെ തന്നെ കോമ്പസിറ്റഡ് ആയിട്ട് കഴിക്കുന്നതാണ് നമ്മൾ. പയറും കഞ്ഞി ഇതൊക്കെ നമ്മളിപ്പോൾ പ്രോട്ടീൻ കഴിക്കുന്നില്ല. ഒരു 70 കിലോ തൂക്കമുള്ള ഒരാൾക്ക് 70 ഗ്രാം പ്രോട്ടീൻ വേണം. നമ്മളൊരു ദിവസം ഒരു 10 ഗ്രാം പോലും കഴിക്കുന്നില്ല. 5 മുട്ട കഴിച്ചാലാണ് നമുക്കൊരു 12 ഗ്രാം കിട്ടുന്നത്. 5 മുട്ട കഴിച്ചാൽ 12 ഗ്രാമേ കിട്ടൂ. മറിച്ച് 100 ഗ്രാം പയർ കഴിച്ചാൽ നിങ്ങൾക്ക് 30 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. അപ്പം ദിവസം ഒരു മുളപ്പിച്ച പയറോ മുളപ്പിച്ച ബീൻസോ എന്തെങ്കിലും കുട്ടികൾക്ക് കൊടുക്കുക. പ്രോട്ടീനുള്ള ഫ്രൂട്ട്സുകളിൽ പേരയ്ക്കയിൽ പ്രോട്ടീൻ ഉണ്ട്, വേറെയുള്ള ഫ്രൂട്ട്സിലൊന്നും പ്രോട്ടീൻ ഇല്ല. അതിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് ചെയ്യാനുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് ഏകദേശം ഒരു നമ്മൾ ഈ പാചകത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പം ആ ഒരു ഫുഡിനെ കുറിച്ച് പഠിക്കുന്നു, ടോക്സിക് ആയിട്ടുള്ള ഫുഡിനെ കുറിച്ച് പഠിക്കുന്നു. ചെറുപ്പത്തിൽ നമ്മളുടെ ഉള്ളിൽ എന്താണോ അതാണ് നമ്മളുടെ മൈൻഡിൽ അടിയുറച്ചെടുക്കുക. ഒരു 2 വയസ്സ് തൊട്ട് 15 വയസ്സ് വരെ വരുന്ന കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഭക്ഷണമാണ് ആ കുട്ടി എൻ്റെ ഭാവിയിൽ അത് ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ആ ചെറുപ്പത്തിൽ കുട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്താൽ ആ കുട്ടിക്ക് ഇഷ്ടം ബിസ്ക്കറ്റാണ്. അവൻ്റെ മൈൻഡിൽ അത് അടിയുറച്ചു പോയി. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കോമ്പസിറ്റഡ് ആയിട്ടുള്ള ഫുഡ് കൊടുത്താൽ അവൻ ഭാവിയിൽ അത് ഇഷ്ടപ്പെടും. എന്തുകൊണ്ടാണ് നമുക്കൊക്കെ കപ്പയും മീനും ഇഷ്ടം, കുട്ടികൾക്ക് കൊടുത്താൽ കപ്പയും മീനും ഇഷ്ടമല്ല? അതെ, നമ്മളെന്തുകൊണ്ടാണ് പയറും കഞ്ഞി നമുക്ക് ഇഷ്ടമാണല്ലോ, നമുക്കൊരു നൊസ്റ്റാൾജിക് ഫുഡാണ് അതൊക്കെ അല്ലേ. പയറും കഞ്ഞി, ചമ്മന്തി. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചമ്മന്തി കൊടുത്താൽ അവർക്ക് ഇഷ്ടമല്ല. ഒരു ചമ്മന്തി കഴിക്കുമ്പം അല്ലെങ്കിൽ ഒരു കഞ്ഞിയും പയറും ചമ്മന്തിയും കൂടെ കഴിക്കുമ്പോൾ അതൊരു കോമ്പസിറ്റഡ് ഫുഡായി. ആ കുട്ടിക്ക് വേണ്ട പ്രോട്ടീൻ കിട്ടി, സ്റ്റാർച്ച് കിട്ടി, കോക്കനട്ടിലുള്ള എല്ലാ സാധനങ്ങളും കിട്ടി. പക്ഷേ ഇതത് ചെയ്യുന്നില്ല. നമ്മളും മടിയന്മാരായി നൂഡിൽസ് വാങ്ങിക്കൊടുക്കും. അതിലെന്താ ഉള്ളത്? നമ്മൾ ഫാസ്റ്റ് ഫുഡിന്റെ ലോകത്തേക്ക് നമ്മളെ പറഞ്ഞാൽ മതി. അത് നമ്മുടെ ജനറേഷനാണ് ആ കുട്ടികളുടെ അങ്ങനെ ഒരു രീതിയിലേക്ക് വളർത്തിയത്. കാരണം നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മൾ ഈ റെഡിമെയ്ഡ് ഫുഡുകളോടുള്ള ഒരു താല്പര്യം നമ്മളിലും ഉണ്ടായി. നമുക്ക് ഇപ്പോൾ റൈസ് വരെ ഉണ്ടാക്കുന്ന ഇതുണ്ട്, റെഡിമെയ്ഡ് ഉണ്ട്. റൈസിൻ്റെ ആ പാക്കറ്റ് പൊട്ടിച്ച് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അത് റൈസായി മാറും. ഏറ്റവും ഈസി ആക്കി 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് വേണം. അതുകൊണ്ട് ആ 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്തിനെ 1 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നോ അതേപോലെ നമ്മൾ രോഗങ്ങളും 1 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് നമുക്ക് വരാൻ തുടങ്ങി. തീർച്ചയായിട്ടും പല അസുഖങ്ങളും. പല്ലിന് കേടില്ലാത്ത ഒരു മനുഷ്യരില്ല ഇപ്പം, അല്ലേ? ഒരു പല്ലെങ്കിലും അടയ്ക്കാത്ത ഒരു കുട്ടിയില്ല. എന്തുകൊണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഷുഗറിൻ്റെ സാധനങ്ങൾ കണ്ടന്റുകളാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ വാങ്ങുന്ന ഷുഗറിൽ 80% ആർട്ടിഫിഷ്യൽ ഐറ്റംസ് ആണ്, 2% നാച്ചുറൽ ഉള്ളൂ. കരിമ്പിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ളതിനെ മുഴുവൻ അത് ക്ലോറിനേറ്റ് ചെയ്യുന്ന പോലെ അതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും ഇട്ടിട്ടാണ്. നമ്മൾ പറയും ഞാൻ മിനറൽ വാട്ടറേ കുടിക്കാറുള്ളൂ. കേരളത്തിലെന്ന് പറഞ്ഞാൽ കേരളത്തിൽ മിനറൽ വാട്ടർ ഇല്ല.
ട്രീറ്റഡ് വാട്ടർ മാത്രമേ ഉള്ളൂ. ഒരു മിനറൽ വാട്ടർ പ്ലാന്റ് ഉണ്ടാക്കണമെങ്കിൽ എന്തുമാത്രം എക്സ്പെൻസീവ് അറിയും. അത് ഇതിൽ നിന്ന് കിട്ടണമെങ്കിൽ എത്ര വർഷം കഴിയും. 20 രൂപയിലും 30 രൂപയിലും കൂട്ടി വെള്ളം കൊടുക്കാൻ പറ്റില്ലല്ലോ. സാധാരണ മനുഷ്യർ 300 രൂപയ്ക്ക് വെള്ളം വാങ്ങുമോ? ഇല്ല. 5 സ്റ്റാർ ഹോട്ടലിൽ ജീവിക്കുന്നവന് 250 രൂപയ്ക്ക് വെള്ളം വാങ്ങുമായിരിക്കും. അല്ലാണ്ട് സാധാരണക്കാരന് വെള്ളം കുടിക്കണ്ടേ? എല്ലാവർക്കും വെള്ളം കുടിക്കണ്ടേ? അപ്പോൾ ഈ ട്രീറ്റഡ് വാട്ടർ മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ. ക്ലോറിനേറ്റ് ചെയ്യുന്നത് ഈ വെള്ളം കുടിക്കുന്നതുകൊണ്ട് എന്താ, നമ്മൾ മിനറൽ വാട്ടർ നമ്മളെ കിണറിൽ മാത്രമേ ഉള്ളൂ. ഈ വെള്ളം കുടിക്കുമ്പം ക്ലോറിനേറ്റ് ചെയ്തൊരു സാധനം, ഇപ്പം നമ്മൾ നാച്ചുറൽ പൂളിലും ആർട്ടിഫിഷ്യൽ പൂളിലും കുളിക്കുന്ന പോലെയാണ്. ഈ ആർട്ടിഫിഷ്യൽ പൂളിൽ ക്ലോറിൻ ഇതാക്കിയിട്ട് ഒരു കുടം വെള്ളം നമ്മൾ കുടിക്കാണ്ടിരിക്കില്ല പൂളിൽ ഇറങ്ങിയാൽ. ഇത് നമ്മുടെ നല്ല ബാക്ടീരിയ നശിപ്പിക്കും. കാരണം ഇത് ക്ലോറിനാണ്. ഈ നല്ല ബാക്ടീരിയ പിന്നെ ഉണ്ടാവണമെങ്കിലും ആഴ്ചകളോളം പിടിക്കും. പ്രോബയോട്ടിൻ പിന്നെ നമ്മൾ എടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ബാക്ടീരിയ ഉണ്ടാവുകയുള്ളൂ. അപ്പം നമ്മുടെ വയറിൽ ചീത്ത ബാക്ടീരിയ വളരാൻ തുടങ്ങും. ചീത്ത ബാക്ടീരിയ വളരുന്ന സമയത്താണ് നമുക്ക് ഗ്യാസ്ട്രൈറ്റിസും അങ്ങനെയുള്ള പ്രശ്നങ്ങളും വയറിൻ്റെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മിനറൽ വാട്ടർ എന്ന് പറഞ്ഞാൽ കിണറിലെ വെള്ളം ഇന്ന് നമ്മൾ കുടിക്കാതെയായോ, നമ്മൾ വിഷം കുടിക്കാൻ തുടങ്ങി. രാവിലെ മോർണിംഗിലും ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ എവിടെ നിന്നൊക്കെ പ്ലാന്റ് ചെയ്ത് വരുന്നതായിരിക്കും, എത്ര മാസങ്ങൾ കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും. അപ്പോഴേക്കും നാനോ കണങ്ങൾ മുഴുവൻ ഈ പ്ലാസ്റ്റിക് ബോട്ടിലായി. അതാണ് നമ്മൾ കുടിക്കുന്നത്. കുപ്പി ബോട്ടിലല്ലല്ലോ നമ്മൾ വെള്ളം. ഇല്ല, മുമ്പ് കുപ്പി ബോട്ടിലായിരുന്നു. അത് പിന്നെ ഈ പറയും പോലെ ഈസി ഇതായിട്ട് ഇത് ഈ ക്യാരി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമായിരിക്കാം ഇത്തരം. അത് നമ്മുടെ മണ്ണിനെ നശിപ്പിച്ചു, നമ്മളെ നശിപ്പിച്ചു. അതെ, ഏതായാലും വളരെ വാല്യൂഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചേച്ചി അല്ലെ മാം നമ്മളോട് ഷെയർ ചെയ്തു. വളരെ സന്തോഷം. ഇത്രയും സമയം അവർ TV 24 തന്നതിൽ ഒരുപാട് നന്ദി. അതിലും സന്തോഷം എനിക്ക്, കാരണം നിങ്ങൾ എന്നെ വിളിച്ചല്ലോ, ഒരു ചെറിയ സമയം കൊണ്ട് നമുക്ക് കാണാനൊക്കെ പറ്റി. സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി. വീണ്ടും തീർച്ചയായിട്ടും വരുമ്പോൾ നമ്മൾ വരും, കാണും. താങ്ക് യു ചേച്ചി. താങ്ക് യു. This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajumar.